തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. ഏപ്രിൽ 8 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായി കരുതുന്ന മംഗൾ പാണ്ഡെയുടെ ചരമദിനം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ കമ്പനി സൈന്യത്തിലെ ശിപായിമാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഭടന്മാർ കലാപത്തിനൊരുങ്ങിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയായിരുന്നു മംഗൾ പാണ്ഡെ. ഈ കലാപമാണ് നാം ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത്. കമ്പനിയുടെ പുതിയ തോക്കുകളിൽ വെടിയുണ്ട നിറയ്ക്കുന്ന ഭാഗം മയപ്പെടുത്തുന്നതിനായി മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിക്കണമെന്ന തീരുമാനത്തെ അദ്ദേഹം എതിർത്തു. തുടർന്ന് കമ്പനിക്കെതിരെ കലാപം സംഘടിപ്പിച്ചു. 1857 മാർച്ച് 29 ബാരക്പൂർ സൈനിക താവളത്തിൽ മംഗൾ പാണ്ഡെ തന്റെ മേധാവിയായ ലഫ്റ്റനന്റ് ഭോഗിനെതിരെ വെടിയുതിർത്തു. എന്നാൽ പാണ്ഡെയ്ക്ക് ലക്ഷ്യം പിഴച്ചു. മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. മേലധികാരിക്കെതിരെ ഉണ്ടായ ഒരു അക്രമത്തെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി പിരിച്ചുവിട്ടു. വിചാരണയ്ക്ക് ശേഷം 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയോടുള്ള ആദരസൂചകമായി ഇന്ത്യ ഗവൺമെന്റ് 1984 തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. നീണ്ട 72 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഏപ്രിൽ 8 അതായത് 1929 ഏപ്രിൽ 8 ഡൽഹിയിലെ ബ്രിട്ടീഷ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിൽ ഒരു ബോംബാക്രമണം ഉണ്ടായി. ഗ്യാലറിയിൽ നിന്ന് 2 യുവാക്കൾ ബോംബെറിഞ്ഞു. കൂടെ കുറച്ച് ലഘുലേഖകളും വിതറി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയിലെ അംഗങ്ങളായ ആ ധീര വിപ്ലവകാരികൾ മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ ഭഗത് സിംഗും ബതുകേശ്വർ ദത്തുമായിരുന്നു. ഇതിനായി അവർ ഈ ദിവസം തെരഞ്ഞെടുത്തത് മംഗൾ പാണ്ഡെയുടെ വീരസ്മരണയ്ക്കായി കൂടിയായിരുന്നു. ഈ 2 കാര്യങ്ങൾ കൊണ്ടും ഏപ്രിൽ 8 ഓരോ ഭാരതീയനും സ്മരണയിൽ സൂക്ഷിക്കേണ്ട ചരിത്ര ദിനമാണെന്ന് നിസ്സംശയം പറയാം.